ബെനറീഫ് കളിക്കുന്ന ആ മിഡ്ഫീൽഡിൽ തന്നെ നമുക്ക് വേണ്ടി തൻ്റെ ജോലി വളരെ സൈലന്റ് ആയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് ചെയ്ത പ്ലെയർ അത് ഫ്രെഡി തന്നെയാണ്. വെസ്റ്റ്വുഡിന്റെ കീഴിൽ റൗണ്ട് ഗ്ലാസ് പഞ്ചാബിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് ഫ്രെഡി. അതുകൊണ്ട് തന്നെ ഈ ലൈനപ്പിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ ലൈനപ്പിൽ കുറേ നാളായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ പോലത്തെ കോൺഫിഡൻസിലാണ് ഫ്രെഡി കളിക്കുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് തവണ എന്തുകൊണ്ട് ഫ്രെഡി ഇവിടെ കളിക്കുന്നില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമ്മളൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്തു കൊണ്ടുവന്ന പ്ലെയറാണ്. അതിനുശേഷം അവിടെ ഇവിടെയൊക്കെ വന്ന് കളിച്ചെങ്കിലും ഇത്രത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് 2 മത്സരത്തിൽ തുടരെ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ എന്തായാലും അതിന്ന് കണ്ടു. ഇന്നത്തെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം എപ്പോൾ ബോൾ റിസീവ് ചെയ്യാനും റെഡിയാണ്, നല്ലോണം ഗ്രൗണ്ട് കവർ ചെയ്തു, പല സിറ്റുവേഷനുകളിലും വളരെ കാമായിട്ട്, കാരണം പ്രഷർ വന്നിട്ടും വളരെ ഈസി ആയിട്ട് ആ ബോളിനെ ഷീൽഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് ഫൗളുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ നിന്ന് ബോളുകൾ തിരിച്ച് വിൻ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മിഡ്ഫീൽഡിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരു ബോൾ വിന്നിങ് മിഡ്ഫീൽഡറിന്റെ ഒരു അഭാവം നമ്മൾ കണ്ടിരുന്നു എന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ സ്റ്റോയാനോവിച്ച് ഉണ്ട്, അവിടെ റെയ് തച്ചിക്കാവ കളിച്ചപ്പോഴൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മതി തലാലിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഈ മത്സരത്തിലൊരു സബ്ബായിട്ടാണ് ഈ 2 താരങ്ങളും വന്നത്. എന്നിരുന്നാലും അവരിൽ ഇഷ്ടം പോലെ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സാണ്. അതിൻ്റെ ഇടയിൽ ഫ്രെഡി പിടിച്ചു നിന്നു. ആൻഡ് പിടിച്ചു നിന്നത് മാത്രമല്ല, ശരിക്കും ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ ഡോമിനേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവ് തന്നെയാണ്. പലപ്പോഴും ഒരു ഫുട്ബോൾ പിച്ചിൽ ഒരു നമ്പർ 6ന്റെ റോള് നമ്മൾ അറിയാതെ ഇഗ്നോർ ചെയ്ത് പോകാറുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഡ്യൂട്ടി അവർ വളരെ നീറ്റായിട്ട് ചെയ്താൽ പലപ്പോഴും അത് നമ്മൾ നോട്ടീസ് ചെയ്യില്ല. കാരണം അവരുടെ മുമ്പിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊരു വലിയ ഫ്രീഡം കിട്ടും. അവർ കുറേ പ്ലെയേഴ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ വലിയ വലിയ സംഭവങ്ങളൊക്കെ ബോളിൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെയൊക്കെ ബേസിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയേഴ്സിന് കിട്ടുന്ന ഫ്രീഡം ഇവരിവിടെ ഈ ഡേർട്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യാറില്ല. ഇന്ന് ഫ്രെഡി ആ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ്ഫീൽഡ് പ്ലെയേഴ്സിന് മുന്നോട്ട് പോയി അവരുടെ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരുപാട് ഫ്രീഡവും ലഭിച്ചു.